പ്രൈസ് ദി ലോർഡ്. ഒരേ വിഭാഗത്തിൽപ്പെട്ട രണ്ട് പക്ഷികളുടെ കഥ കേട്ടിട്ടുണ്ട്. ഒരാൾ പറക്കുവാൻ വളരെ സമർത്ഥനും മറ്റേയാൾക്ക് അത്രയും ഉയരത്തിൽ പറക്കുവാൻ പ്രാപ്തിയില്ലാത്ത ഒരാളും. അങ്ങനെ അധികം പറക്കുവാൻ കഴിയാത്ത പക്ഷി ഒരു മരക്കൊമ്പിലിരുന്ന് ഉയരത്തിൽ പറക്കുന്ന തൻ്റെ കൂട്ടുകാരനായ പക്ഷിയെ നോക്കി അസൂയപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ ശ്രദ്ധയിൽ ഒരു വേട്ടക്കാരനെ താൻ കണ്ടത്. വളരെ സാവധാനം ആ വേട്ടക്കാരൻ്റെ അടുക്കലെത്തിയ ഈ പക്ഷി വളരെ സൗഹൃദത്തോടെ ആ വേട്ടക്കാരനോട് സംസാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ വേട്ടക്കാരനോട് ഈ പക്ഷി പറഞ്ഞു, ഉയരത്തിലൂടെ പറക്കുന്ന ആ പക്ഷിയെ നീ കണ്ടോ? നീ ആ പക്ഷിയെ അമ്പ് ചെയ്ത് വീഴ്ത്തണം. ഉടനെ വേട്ടക്കാരൻ പറഞ്ഞു, ഈ അമ്പ് എനിക്ക് ശരിയായ നിലയിൽ അത്രയും ഉയരത്തിൽ എയ്തു വിടണമെങ്കിൽ എനിക്ക് നിന്റെ തൂവലുകൾ ആവശ്യമാണ് എന്ന് ആ പക്ഷിയോട് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ മറ്റേ പക്ഷിയുടെ പതനം സ്വപ്നം കണ്ട്, ആ പക്ഷിയുടെ തകർച്ച സ്വപ്നം കണ്ട് ഇവൻ തൻ്റെ തൂവലുകൾ എടുത്തുകൊള്ളുവാൻ ആ വേട്ടക്കാരന് അനുവാദം കൊടുത്തു. അങ്ങനെ വേട്ടക്കാരൻ 2 തൂവലുകൾ ആ പക്ഷിയുടേത് പറിച്ചെടുത്തു. അത് തൻ്റെ അമ്പിൽ ചേർത്ത് കെട്ടി അമ്പ് തൊടുത്തു വിട്ടു. എന്നാൽ ആ ആകാശത്തൂടെ പറക്കുന്ന പക്ഷിയെ എയ്തു വീഴ്ത്താൻ ആ വേട്ടക്കാരന് കഴിഞ്ഞില്ല. വീണ്ടും അടുത്ത അമ്പ് താൻ എടുത്തു. പക്ഷി പറഞ്ഞു, എൻ്റെ തൂവലുകൾ എടുത്തോളൂ. വീണ്ടും 2 തൂവലുകൾ ആ പക്ഷിയുടെ ചിറകിൽ നിന്നും പറിച്ചെടുത്തു. അങ്ങനെ ഓരോ അമ്പുകളായി എയ്ത് ഈ പക്ഷിയുടെ പ്രധാനപ്പെട്ട തൂവലുകളെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം അല്പം ദേഷ്യത്തോടെ ഈ പക്ഷി ഈ വേട്ടക്കാരനോട് പറഞ്ഞു, എൻ്റെ തൂവലുകളെല്ലാം നീ പറിച്ചെടുത്തു, എന്നിട്ടും നീ ആ ആകാശത്തൂടെ പറക്കുന്ന ആ പക്ഷി അമ്പ് ചെയ്ത് വീഴ്ത്തിയില്ല. എന്താണ് നീ ചെയ്തത്? ഉടനെ ആ വേട്ടക്കാരൻ ഇപ്രകാരം പറഞ്ഞു, ഞാനെന്തിന് ആ ആകാശത്തൂടെ പറക്കുന്ന പക്ഷിയെ അമ്പ് ചെയ്ത് വീഴ്ത്തണം? നീ എൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ, നിന്നെ ഞാൻ ഇന്ന് ആഹാരമാക്കും എന്ന് പറഞ്ഞ് ആ പക്ഷിയെ ആ മനുഷ്യൻ കഴുത്ത് ഞെരിച്ച് ഒടിച്ച് കൊന്ന് തൻ്റെ ബാഗിലാക്കി വീട്ടിലേക്ക് നടന്നുപോയി. ഈ കഥ നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. അസൂയ നിമിത്തം മറ്റൊരുവൻ്റെ നാശത്തിനു വേണ്ടി പ്രയത്നിച്ച ഈ പക്ഷിയാണ് അവസാനം തകർച്ചയിലേക്ക് പോയത്. അസൂയ വലിയൊരു കെണിയാണ്. നമുക്ക് മറ്റൊരാളോട് അസൂയ തോന്നുമ്പോൾ വാസ്തവത്തിൽ നാം നമുക്ക് തന്നെ കുഴി കുഴിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ അസൂയ ജഡത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ്, ജഡത്തിൻ്റെ സ്വഭാവമായിട്ടാണ് കാണുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ പഠിപ്പിച്ചത്, ശിഷ്യന്മാരെ പഠിപ്പിച്ചത് തമ്മിൽ സ്നേഹമുള്ളവരായി ഐക്യതയുള്ളവരായി ഇരിക്കുവാനാണ്. അസൂയ നമുക്ക് നല്ലതിനല്ല, അത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമായി തീരും എന്ന് മറക്കരുത്.